മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ടുള്ള വി രാജേഷിന് അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കേസുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു BJP കൗൺസിലർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പോലെ അല്ലെങ്കിൽ വീണ്ടും ഒരു നടപടി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ 50-50 എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. 51 വോട്ടുകൾ നേടിക്കൊണ്ടാണ് BJP അധികാരമേറുന്നത്. ആ പ്രധാനപ്പെട്ട ഒരു വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷം എന്നുള്ളത് BJPക്ക് നഷ്ടമാകും. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ? സുഗതന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? എന്തായിരിക്കും നടപടികൾ? ഇതേക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തമാകുന്നു. BJPയെ സംബന്ധിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള വി രാജേഷും കൂട്ടരും. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നിങ്ങൾ അതിലൊരു കാര്യങ്ങളൊരു വ്യക്തത വരുന്നത് വരെ വാർത്ത കൊടുത്തോളൂ. അത് വ്യക്തത വരുമല്ലോ, നമുക്ക് നോക്കാം. കാര്യം അതിനുള്ള വാർത്ത കൊടുക്കാനുള്ള സ്കോപ്പ് ഞാൻ അടയ്ക്കുന്നില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഭരണസമിതി വളരെ നന്നായിട്ട് കൂടുതൽ ജനപിന്തുണയോടെ 5 വർഷം മുന്നോട്ട് കൂടുതൽ ഓരോ ദിവസവും നല്ല ജനപിന്തുണയോടെ കൂടുതൽ മുന്നോട്ട്. നിങ്ങളൊക്കെ എവിടെയെങ്കിലും താമസിക്കുന്ന സ്ഥലത്തോ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാവുകയാണെങ്കിൽ അറിയിക്കണം. കാരണം എല്ലാവർക്കും സംരക്ഷണം ഒഴിക്കാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ വലിയ ജനപിന്തുണയാണ് വരുന്നതിനൊക്കെ. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞാൻ പറയാം, ഒരു മിനിറ്റ് കൂടെ. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കുറച്ച് ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പല പാർക്കുകളിലും ഉള്ള ഓഫീസുകൾ അതൊക്കെ തന്നെ പല പാർട്ടി ഓഫീസുകളിലൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹമൊക്കെ പോയിട്ട് നേരിട്ട് നിന്ന് ഇതെല്ലാം ഇന്നലെ രാഷ്ട്രീയ എവിടെ ഇന്നത്തെ അതൊന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ അത് കൊള്ളാം. എക്സ്പീരിയൻസ് അദ്ദേഹം തന്നെ ഷെയർ ചെയ്യും. നഗരത്തിലെ പാർക്കുകളുടെ ഒരു സ്ഥിതി വേറെ സൂചിപ്പിച്ചത് നേരത്തെയും പാർക്കുകൾ അതിനോടനുബന്ധിച്ചുള്ള മുറികളുമെല്ലാം ചില രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളുമെല്ലാം ആ അതത് ജംഗ്ഷനിലെ സ്വാധീനം വെച്ചുകൊണ്ട് കൈയടക്കിയിട്ടുള്ളതാണ്. ഞാൻ ഓരോന്നായി പറയുന്നില്ല. കടകംപള്ളിയിലെ ഒരു ഇഷ്യൂ നേരത്തെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. അവിടുത്തെ കൗൺസിലർ രാജീവ് കൈകാര്യം ചെയ്തൊരു കാര്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ കുറവങ്കോണം ജംഗ്ഷനിലെ പട്ടം താഴെയുള്ള പാർക്ക് കയ്യേറിയിരിക്കുന്നു എന്ന് അറിയിച്ചത് അവിടുത്തെ കൗൺസിലർ UDF കൗൺസിലർ വൈഷ്ണയാണ്. അതനുസരിച്ച് ഞാനും എന്റെ സഹ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനുമായി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളും തോരണങ്ങളും ഒക്കെ സൂക്ഷിച്ച് ഓഫീസാക്കി മേശയും കസേരയും അലമാരയും ഒക്കെ ഇട്ട് പ്രവർത്തിക്കുകയാണ്. ആ പാർക്കിനകത്തേക്ക് കയറുമ്പോൾ താഴെ ഇതിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഉണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം താഴെയുണ്ട്. താഴത്തെ നിലയിൽ നമ്മുടെ ഒരു അംഗൻവാടി പ്രവർത്തിക്കുകയാണ്. അംഗനവാടിയിലെ ഏതാണ്ട് 20ഓളം കുട്ടികളെ തിക്കി ഞെരുക്കി ഒരു കൊച്ചുമുറിയിലാക്കിയിട്ടാണ് ഈ മുകളിലത്തെ 2 മുറി രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്. നിങ്ങളെ ഒന്ന് വിളിച്ചുകൂട്ടി ചിത്രീകരിക്കാനൊന്നും മെനക്കെട്ടില്ല. അതിന്റെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറിയെ തന്നെ വിളിച്ചിട്ട് ഇന്ന് ബുധനാഴ്ചയ്ക്ക് മുമ്പ് ഇത് മുഴുവൻ മാറ്റി തരണം, എല്ലാം മാറ്റി ഞങ്ങൾക്ക് കൂട്ടി സുരക്ഷിതമാക്കി മറ്റേതെങ്കിലും പർപ്പസിന് ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ അവരതനുസരിച്ച് പാലിച്ചു, മുഴുവൻ നീക്കി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പടിപടിയായി ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തി വരികയാണ്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് 1-2 പോയിന്റ് പറഞ്ഞു. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുന്നത്, തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ ഡിവൈഡറിനകത്ത് പുല്ല് പൊടിച്ച് കിടക്കുന്നു എന്നൊരു പരാതിയുണ്ട്. ആ പരാതി യഥാർത്ഥത്തിൽ നഗരസഭയെല്ലാം മുൻകാലത്ത് അത് പുല്ല് വെട്ടുന്നതും പരിപാലിക്കുന്നതും റോഡ് ഫ്രണ്ടാണ്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ അവർക്ക് കുറച്ചുകൂടി സാവകാശം വേണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങളത് ചെയ്യും എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. അറിയിപ്പോടുകൂടി ഇന്ന് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ തെരുവുനായായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഇന്ന് നമ്മുടെ കനാൽക്കുന്നില് രാവിലെ നടക്കാൻ പോയിട്ടുള്ള പഴയ നമ്മുടെ സുരേഷ് കുമാർ IAS ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ നടക്കുന്നവർക്ക് തെരുവുനായുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നാളെ രാവിലെ തന്നെ നടന്നെടുക്കാനുള്ള അവസ്ഥ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്.
ചെയ്യുന്നവരല്ലേ അത് ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഞാനതാ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് വന്നാൽ 24 മണിക്കൂറിനും ചെയ്യണമെന്ന് കോടതി പറഞ്ഞാൽ പോലും ചെയ്യാനായിട്ട് പ്രിപ്പയർ ആണ്. നിങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ട് എത്രയും പെട്ടെന്നാണ് ചെയ്യുന്നത്. ഇത് ഏത് കാലയളവിൽ? അതായത് ഇന്ന് രാവിലെ 11 മണി മുതൽ 12:40 വരെ. അല്ല കോടതി ആ സമയത്ത് മേയർ ഏതെങ്കിലും തരത്തിൽ ആക്ട് ചെയ്യരുതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊന്ന് പറയട്ടെ, ആ വിധിയിൽ മേയർ ഏതെങ്കിലും തരത്തിൽ ആക്ട് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? ആ അപ്പൊ അതിനവരെന്താ? അല്ല ശരിയാണ്. താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. ആ സമയത്ത് അവരെന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് അവർ കോടതി പറഞ്ഞ കാര്യം ചെയ്യും. അതെ, ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, അവരെ അങ്ങയുടെ നിരീക്ഷണം എന്ത് ചെയ്യണമെന്ന് ആ സമയത്ത്? അങ്ങനെയൊന്നും ആ വിധിയിലില്ല. അല്ല പറയട്ടെ, ഞാൻ പറയട്ടെ, അവര് ആ